ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ കറിയാണ്. അതിനായിട്ട് നമുക്ക് 2 ടൊമാറ്റോ വേണം. അതിനുശേഷം ഞാൻ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ച കുറച്ച് അണ്ടിപ്പരിപ്പാണ്. അതും ഈ ടൊമാറ്റോവും ഈ അണ്ടിപ്പരിപ്പും കൂടിയിട്ട് നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ആ സെയിം മിക്സ്ചറിലേക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സും മിൻ ലീവ്സും കൂടി ആഡ് ചെയ്തിട്ട് ഇത് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിൽ ഇടണം. വെള്ളമൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. ഇതേപോലെ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് 400 ഗ്രാം ചിക്കൻ ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തലേന്ന് രാത്രി തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് നോക്കി നിങ്ങൾ മാരിനേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. അതിലേക്ക് ഞാൻ 2 വലിയ ഉള്ളി തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കണം. നിങ്ങൾക്ക് ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മളതൊന്ന് സോട്ടേ ചെയ്യണം. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഒരു പ്രത്യേകതരം ടേസ്റ്റും കൂടിയാണ്. നമുക്ക് ഈ ഹോട്ടലിലൊക്കെ കിട്ടുന്ന രീതിയിലത്തെ ഒരു ചിക്കൻ കറിയാണ്. പിന്നെ ഞാൻ ഷാൻ ആ ഒരു ബ്രാൻഡിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് 1 ടീസ്പൂണോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ചിക്കൻ മാരിനേറ്റ് ചെയ്ത ടൈമിൽ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് നിങ്ങളുടെ അളവ് അനുസരിച്ചിട്ട് നിങ്ങളിത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സോട്ടേ ചെയ്ത് കൊടുക്കണം. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറായി വരും. ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച ആ പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് നന്നായിട്ട് സോട്ടേ ചെയ്യണം. ഞാൻ തലേന്ന് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ബ്രസ്റ്റ് പീസായിരുന്നു. നിങ്ങൾക്കിത് നോർമൽ ചിക്കൻ ബോണുള്ളത് യൂസ് ചെയ്തിട്ടും ചെയ്യാം. കുറച്ചുകൂടിയും ടേസ്റ്റ് കൂടെ ബോണുള്ള പീസ് ചിക്കൻ്റെ എടുക്കുകയാണെങ്കിലാണ്. ഇവിടെ ഓൾറെഡി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉള്ളത് കൊണ്ടാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വിചാരിച്ചത്. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സായി വരുമ്പം നമുക്കിനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ അളവിൽ ചില്ലി പൗഡറാണ്. അത് കാശ്മീരി ചില്ലി പൗഡർ അല്ല, നോർമൽ ചില്ലി പൗഡർ. പിന്നെ 1.5 ടീസ്പൂൺ അളവിൽ ഞാൻ കൊറിയാൻഡർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. ഇത് ഏകദേശം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ചിക്കൻ പീസസ് ഇട്ടതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ്സ് ആ ചിക്കൻ അതിൻ്റെ അകത്ത് കിടന്ന് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതുവരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അവിടെ ഈ ഒരു കറിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് ചേർക്കണോണ്ട് തന്നെ ഇത് അധികം വെള്ളം പോലെ ഉള്ള കൺസിസ്റ്റൻസി ആവില്ല. കുറച്ചൊരു കുറുകിയ പോലത്തെ ഒരു ഫോം തന്നെയായിരിക്കും. നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതിനൊരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഫോം ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മുടെ കറിക്ക് കുറച്ചുകൂടി ഒരു റിച്ച് ഫീല് കൊടുക്കും. അപ്പോൾ എല്ലാവരും അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കാൻ വേണ്ടി എന്തായാലും മറക്കരുത്. നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ്സും കൂടി നമ്മളിതൊരു ലിഡ് വെച്ചിട്ട് നമ്മളൊന്ന് അടച്ചു കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് കുക്കാകാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ലിഡ് തുറന്നു കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. ചൂടുവെള്ളമല്ല ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് വേണം നമ്മുടെ ചിക്കൻ കുക്കാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു 15 to 20 മിനിറ്റ്സ് നമ്മളൊരു ലിഡ് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ലിഡ് ഓപ്പൺ ആക്കിയിട്ട് നമുക്കതിലേക്ക് ഒരു 2 പച്ചമുളക് നടുവേ കീറിയതും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു 15 മിനിറ്റ്സ് നമ്മളിത് അടച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം. അങ്ങനെ 15 മിനിറ്റ്സിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തു. നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചതും കൂടി ചേർത്താലാണ് നമ്മുടെ ചിക്കൻ കറി കംപ്ലീറ്റ് ആവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ താളിക്കുന്ന പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചെറിയുള്ളി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചുമന്ന ഉണക്കമുളക് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഞാനൊരു 3 മുളക് നടുവേ കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പിലയാണ് നമുക്ക് ആവശ്യം. അതും ആവശ്യത്തിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഈ താളിച്ചത് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ അപ്പം തന്നെ നമ്മളിത് ഇളക്കാൻ പാടില്ല. നമ്മൾ വേഗം തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ലിഡ് വെച്ചിട്ട് ഇത് അടയ്ക്കണം. കാരണം ഇതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മുടെ ചിക്കൻ കറിയിലൊക്കെ പിടിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തൊന്ന് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.